അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅൻ വ അന്നല്ലാഹ ശദീദുൽ അദാബ്. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. സഫാ മർവയുടെ ഇടയിലൂടെ ഹജ്ജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉംറ ചെയ്യുമ്പോൾ തവാഫ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. തവാഫിനെയും അല്ലെങ്കിൽ ഹജ്ജിനെയും ഒക്കെ മറച്ചു വെച്ച, അള്ളാഹു ഇറക്കിയ കിതാബിൽ നിന്നൊക്കെ അതിനെ മറച്ചു വെച്ച ആളുകളെക്കുറിച്ച് പറഞ്ഞു, അവർക്ക് അള്ളാഹുവിൻ്റെ ലഅനത്തുണ്ട്. അവരെ ശപിക്കുന്നവരെല്ലാം വയൽഅനുഹുമുൽ ലാഇനൂൻ, ശപിക്കുന്നവരെല്ലാം ശപിക്കുന്നുണ്ട്. എന്നാൽ അവരിൽ നിന്ന് തിരിയുകയും നന്നാക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്ത ആളുകൾ, മറച്ചു വെച്ചതിനൊക്കെ വ്യക്തമാക്കുകയൊക്കെ ചെയ്ത ആളുകൾ, ഇല്ലല്ലദീന താബു അസ്ലഹു വബയ്യനു ഫഉലൈക അത്തൂബു അലൈഹിം, അവരുടെ തൗബയെ അള്ളാഹു സ്വീകരിക്കും. അവരല്ലാഹുവിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹു പെട്ടെന്ന് ആ മടക്കത്തെ സ്വീകരിക്കും. അള്ളാഹു പറയുന്നു, വ അന തവ്വാബുർ റഹീം, ഞാൻ തൗബയെ എപ്പോഴും സ്വീകരിക്കുന്ന റഹീമായവനാണ്. എന്നാൽ കാഫിറുകളായിട്ട് മരിക്കുന്ന ആളുകൾ ലഅനത്തിലാണ്. ഖാലിദീന ഫീഹ, അവരതിൽ തന്നെ ദീർഘവാസികളാണ്. ലാ യുഖഫഫു അൻഹുമുൽ അദാബു, അവർക്ക് അദാബ് ലഘൂകരിച്ചു കൊടുക്കുന്നില്ല. വലാഹും യുൻളറൂൻ, അവർക്ക് അവധിയും നൽകപ്പെടുന്നില്ല. ഒരു നിശ്ചിത അവധി വരെ അദാബ്, അങ്ങനെയല്ല, അവർ ദീർഘമായിട്ട് അദാബ് അനുഭവിക്കുന്ന ആളുകളാണ്. പിന്നെ അള്ളാഹു പറഞ്ഞു, വ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഒറ്റ ഇലാഹാണ്. ലാ ഇലാഹ ഇല്ലാഹുവ റഹ്മാനുർ റഹീം, റഹ്മാനുർ റഹീമുമായ, കാരുണ്യവാനും കരുണാവാരിധിയുമായ അവനല്ലാതെ ഒരു ഇലാഹുമില്ല, വേറെ ഒരു ഇലാഹേ നിങ്ങൾക്കില്ല. ഇതിൻ്റെ ഒരു തെളിവായിട്ടാണ് അള്ളാഹു അടുത്തായത്ത് പറഞ്ഞത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപ്പകലുകളുടെ മാറി മാറി വരലിലും, വൽ ഫുൽക്കില്ലത്തി തജ്രി ഫിൽ ബഹരി ബിമാ യൻഫഉൻ നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ളതുമായിട്ട് കടലിലൂടെ പോകുന്ന കപ്പലിലും, അതുപോലെ ആകാശത്ത് നിന്ന് അള്ളാഹു വെള്ളമിറക്കിക്കൊണ്ട്, മഴയെ ഇറക്കിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് നിർജീവമായ ഭൂമിയെ ജീവിപ്പിക്കുന്നതും, അതിൽ വ്യത്യസ്ത രീതിയിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള മൃഗങ്ങളെ വെച്ചതും, കാറ്റുകളുടെ ഗതിമാറ്റവും, ആകാശഭൂമികൾക്കിടയിൽ കൺട്രോൾ ചെയ്യപ്പെട്ട് നിൽക്കുന്ന മേഘവും, അതിനൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ആയത്തുണ്ട് എന്ന് പറഞ്ഞു. അള്ളാഹു ഒരൊറ്റ ഇലാഹാണ് എന്നതിനുള്ള ആയത്തുണ്ട്. നിങ്ങളുടെ ഇലാഹാണവൻ, നിങ്ങളുടെയൊക്കെ ഇലാഹ് ഒരുവനാണ് എന്നതിനുള്ള ആയത്ത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ വക്കീല ഹുവ മിൻ അലിഹ, അലിഹയിൽ നിന്നാണ് ആ വാക്ക് ഉണ്ടായത് എന്ന് പറയുന്നു. ഐ തഹയ്യർ, അതിൻ്റെ അർത്ഥം തഹയ്യറ എന്നാണ്, അത്ഭുതപ്പെടുക, ആശ്ചര്യപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ പറയപ്പെടുന്നുണ്ട് വക്കീല അസുലുഹു വലാഹ്, വലായിൽ നിന്നാണ്. ഫാബ്ദല മിനൽ വാവി ഹംസ, പിന്നെ വാവ് ഹംസയായിട്ട് മാറിയതാണ്. വലാഹ് ആണെങ്കിൽ അങ്ങനെ നാമകരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പദം അതിൽ നിന്നുണ്ടാകാൻ കാരണം ലിക്കൗനി കുല്ലി മഖ്ലൂക്കിൻ വാലിഹൻ നഹ്വ, എല്ലാ മഖ്ലൂക്കും അവനിൽ അനുരാഗപ്പെട്ട് അവനോട് സ്നേഹം പുലർത്തി അവനെ ആരാധിക്കുന്നത് കൊണ്ടാണ്, അവനെ ആശ്ചര്യത്തോടെ, ബഹുമാനത്തോടെ, സ്നേഹത്തോടെ അവനുമായിട്ടൊരു സ്നേഹബന്ധമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അള്ളാഹുവിന് തിരിച്ചും ഇലാഹ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ സ്നേഹമുണ്ട്. തിരിച്ചും ഇങ്ങോട്ടും, ഇലാഹിനോട് അങ്ങോട്ടും. അവനിങ്ങോട്ട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ട്, തിരിച്ച് അങ്ങോട്ടും അവനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. അവനിങ്ങോട്ട് സ്നേഹിക്കുന്നതിനെക്കുറിച്ച്, അവനെ നിങ്ങൾക്ക് എങ്ങനെയാണ് തള്ളാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു നേരത്തെ തന്നെ പറഞ്ഞു. നമ്മൾ ആയത്ത് വിശദീകരിച്ചാണ്, കൈഫ തക്ഫുറൂന ബില്ലാ, നിങ്ങൾക്ക് എങ്ങനെ അള്ളാഹുവിനെ നിഷേധിക്കാൻ കഴിയും. വകുന്തും അംവാത്തം ഫഹിയാക്കും, നിങ്ങൾ ഡെഡായിരുന്നു, പിന്നെ ജീവിപ്പിച്ചു, സുമ യുമീത്തുക്കും സുമ യുഹീക്കും സുമ ഇലൈഹി തുർജഊൻ, പിന്നെ മരിപ്പിക്കും, പിന്നെ ജീവിപ്പിക്കും, പിന്നെ നിങ്ങൾ മടക്കപ്പെടുന്നത് അവനിലേക്കാണ്.
ഹുവല്ലദീ ഖലഖലക്കും മാ ഫിൽ അർളി ജമിഅ, ഭൂമിയിലുള്ളത് മുഴുവനും സൃഷ്ടിച്ചത് ഖലഖലക്കും നിങ്ങൾക്ക് വേണ്ടിയാണ്. അതിനും പുറമേ സുമ്മസ്തവ ഇല സമായി, ആകാശത്തേക്ക് അവൻ അറ്റൻഷൻ കൊടുക്കുകയും അതിനെ 7 ആകാശമായിട്ട് സംവിധാനിക്കുകയും ഒക്കെ ചെയ്തു നിങ്ങൾക്ക് വേണ്ടി. പലയിടത്തും പറയുന്നുണ്ട് പല സംഗതികളും അവനൊരുക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെയും നമുക്ക് കാണാം ഇന്നഫി ഖൽഖി സമാവാത്തി വൽ അർള്, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ബദിഅ എന്ന സിഫത്താണ് അവൻ്റെ അവിടെ വരുന്നത്. കാരണം ഇല്ലായ്മയിൽ നിന്ന് അവൻ ഉണ്ടാക്കിയതാണ്. എന്തിനാണ് ഇത്ര വിശാലമായ ആകാശഭൂമികൾ ഉണ്ടാക്കിയത്? എത്ര വിശാലമാണത്! ഭൂമി തന്നെ എത്ര വലുതാണ്! അതിനവൻ നമുക്കൊരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. സൂര്യൻ ഭൂമിയുടെ എത്രയോ വലുതാണ്. 13 ലക്ഷം ഭൂമി കൊള്ളുന്നതാണ് സൂര്യൻ. അത്ര വലുതാണ്. അതുപോലെ എത്രയോ നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ തന്നെ ഉണ്ട്. ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്ത നക്ഷത്രമായ ആൽഫ സെന്റോറി, അതിൽ നിന്ന് ഭൂമിയിലേക്കൊരു പ്രകാശം എത്തണമെങ്കിൽ 4 വർഷമെടുക്കും. അത്ര വിദൂരത്താണ്. പ്രകാശം എന്നത് ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ പോകുന്നതാണ്. അത്തരത്തിലുള്ളൊരു പ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ 4 വർഷമെടുക്കും. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ, അതിൻ്റെ മധ്യത്തിലേക്കൊരു പ്രകാശം എത്തണമെങ്കിൽ അതിൻ്റെ റേഡിയസ് 50,000 പ്രകാശവർഷത്തിലധികമാണ്. 50,000-ഓളം വർഷം പ്രകാശത്തിന് വേണം സഞ്ചരിക്കാൻ. ഇങ്ങനത്തെ ഗാലക്സിയായ മിൽക്കി വേ പ്രപഞ്ചത്തിലെ ഒരു ചെറിയ ഗാലക്സി മാത്രമാണ്. നന്ന ചുരുങ്ങിയത് നമ്മുടെ ദൃശ്യപ്രപഞ്ചത്തിൽ 20,000 കോടി ഗാലക്സികളുണ്ടെന്നാണ് അനുമാനം. നന്ന ചുരുങ്ങിയത്. ഇത്ര വിശാലമായ പ്രപഞ്ചം, ദൃശ്യപ്രപഞ്ചത്തിൻ്റെ വലുപ്പം മാത്രമാണത്. ഇതാർക്ക് വേണ്ടിയാണ് അവൻ ഉണ്ടാക്കിയത്? നമുക്ക് വേണ്ടിയാണ് എന്നതാണ്. നമുക്ക് വേണ്ടി ഇതിനെ ഉണ്ടാക്കി. ഇല്ലായ്മയിൽ നിന്നും ഇത്ര വലിയ സംവിധാനത്തെ അവൻ ഉണ്ടാക്കി നമുക്ക് വേണ്ടി. പിന്നെ കഴിഞ്ഞോ? ഇല്ല. രാപ്പകലുകൾ മാറി മാറിക്കൊണ്ടിരിക്കുന്നു. അവൻ ഖാലിക്കായതുകൊണ്ട് രൂപമാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവനാണ്. അവൻ നിത്യവും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിലവൻ നിത്യവും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. ആർക്ക് വേണ്ടിയാണ് രാവും പകലിനെയും മാറ്റിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് വേണ്ടിയാണ്. വൽ ഫുൽക്കില്ലത്തി തജ്രീഫിൽ ബഹരി ബിമാ യൻഫഉന്നാസ്, ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യവുമായിട്ട് കപ്പൽ കടലിലൂടെ പോകുന്നത്. അപ്പോൾ കടലിനെ വിധേയപ്പെടുത്തി കൊടുത്തത്, കപ്പൽ മുങ്ങാതെ കടലിനെ അതിനനുസരിച്ച് വിധേയപ്പെടുത്തി കൊടുത്തതല്ല, കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം കടലിനൊന്നും ഇൻഹറൻ്റായിട്ട് അല്ലെങ്കിൽ നാച്ചുറലി അതിനൊന്നും അങ്ങനെ കഴിവില്ല. അവൻ ചെയ്യുകയാണ്. അവിടെയും അവൻ്റെ കൈ എത്തണം. ഓരോ സ്ഥലത്തും അവൻ്റെ കൈ ഓരോ സമയത്തും എത്തണം. ആകാശത്തു നിന്ന് മഴയെ വർഷിപ്പിക്കുന്നു, അവൻ്റെ കൈ അവിടെ എത്തണം. ഏത് ഭൂമിയിൽ എപ്പം വർഷിപ്പിക്കണം? അതവൻ മുദബ്ബിറായതുകൊണ്ടാണ്. തദ്ബീർ അവനാണ് ചെയ്യുന്നത്. മാനേജ്മെൻറ്റ് അവൻ തന്നെയാണ് ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും ഓരോ കാര്യവും അവൻ അപ്പപ്പോൾ വേണ്ട ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഭൂമിയിൽ നിന്ന് നിർജീവമായ ഭൂമിയെ ജീവനുള്ളതാക്കി സസ്യങ്ങളെ മുളപ്പിക്കുന്നു. വ്യത്യസ്ത മൃഗങ്ങളെ വെക്കുന്നു ഓരോ ഭൂമിയിലും. വബത്ത ഫിഹ മിൻകുല്ലി ദാബ. അതുപോലെ വത്തുസുരീഫി റിയാഹ്, കാറ്റുകളുടെ മാറ്റം. കാറ്റുകൾ എങ്ങോട്ടേക്ക് പോകണം, എങ്ങോട്ടേക്ക് അതിനെ അയക്കണം, അതൊക്കെ അവൻ തീരുമാനിക്കുകയാണ്. അവൻ ഓരോ സമയത്തും അത് നിശ്ചയിക്കുകയാണ്. അവനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വസ്സഹാബിൽ മുസഖരി ബൈന സമാഇ വൽ അർള്, ആകാശഭൂമികൾക്കിടയിൽ കൺട്രോൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന മേഘമുണ്ട്. ആ മേഘത്തെ അവൻ നിയന്ത്രിച്ച് എങ്ങോട്ടേക്ക് അയക്കണം എന്ന് ഓരോ സമയത്തും അതിൻ്റെ പണിയിലാണ്. കുല്ല യൗമിൻ ഹുവ ഫീ ഷഅൻ എന്നതുകൊണ്ടാണ് അവനെക്കുറിച്ച് പറഞ്ഞത്. ഓരോ മൊമെൻറ്റിലും അവൻ എൻഗേജ്ഡ് ആണ്. ഇങ്ങനെ അവൻ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? അവൻ നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമ്മോട് അവൻ അത്രയും സ്നേഹമുള്ളത് കൊണ്ടാണ്. മനുഷ്യന് വേണ്ടിയാണ് ഇത് മുഴുവനും അവൻ സൃഷ്ടിച്ചതും പരിപാലിച്ചുകൊണ്ടേയിരിക്കുന്നതും. ഓരോ നിമിഷവും അള്ളാഹു പറയുന്നു അവൻ ഇലാഹാണെന്നുള്ളതിന് ഇതുപോലെ തെളിവ്. അതിലൊക്കെ ആയാത്തിൻ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി എന്ന് തുടങ്ങുന്ന മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിട്ടും പറയുന്നു അതിലൊക്കെ ആയാത്തിൻ, തെളിവുകളുണ്ട്. ലിഖൗമി യഖിലൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക്, അഖില് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അതിലൊക്കെ തെളിവുകളുണ്ട് അവനാണ് ഇലാഹ് എന്നുള്ളതിന്. അതുകൊണ്ട് അവനെ അതിരറ്റ് സ്നേഹിക്കണം. അവനേറ്റവും സ്നേഹമാണ് മനുഷ്യനോട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ സംവിധാനങ്ങളൊക്കെ വെച്ച് അവൻ ഓരോ സമയത്തും ഓരോന്നും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ സ്നേഹിക്കുകയാണ് വേണ്ടത് അതിരറ്റ്. പക്ഷേ വമിനന്നാസി മയ്യത്തഖിദു മിൻ ദൂനില്ലാഹി അന്താദ, അള്ളാഹുവിന് പുറമെ ചില സമന്മാരെ സ്വീകരിച്ച് യുഹിബ്ബൂനഹും കഹുബ്ബില്ല, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്ന ആളുകൾ ജനങ്ങളിലുണ്ട്.
പക്ഷേ വല്ലദീന ആമനു, വിശ്വാസമുള്ള ആളുകൾ, ഈമാനുള്ള ആളുകൾ, അശദ്ദു ഹുബ്ബല്ലില്ല, അള്ളാഹുവിനോട് തീവ്രമായ സ്നേഹമുള്ളവരാണ്. വിശ്വാസികളുടെ സിഫത്തതാണ്. അള്ളാഹുവിനോടുള്ള അതിതീവ്രമായ സ്നേഹമാണ് അവർക്കുള്ളത്. ഈ സ്നേഹം അവരുടെ മനസ്സിലുണ്ടാകുന്നതും അള്ളാഹുവിന് തിരിച്ചിങ്ങോട്ട് സ്നേഹമുണ്ടാകുന്നതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുന്നുണ്ട്. ഇന്നല്ലാഹ തആല ഖാൽ, അള്ളാഹു പറഞ്ഞതായിട്ട് പറയുന്നു, മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ അഫ്തറൽതു അലൈഹി. ഒരടിമയും എന്നിലേക്ക് അടുക്കുന്നില്ല ഞാനവന് നിർബന്ധമാക്കിയ കാര്യങ്ങളിലൂടെ അല്ലാതെ. അള്ളാഹു നിർബന്ധമാക്കിയ കുറേ കാര്യങ്ങളുണ്ട്. അവനുള്ള ഇബാദത്ത്, മാതാപിതാക്കൾക്കുള്ള നന്മ, ഉറ്റബന്ധുക്കൾക്കുള്ള നന്മ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. അവൻ വസിയ്യത്ത് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടാണ് എൻ്റെ അബ്ദ് എന്നിലേക്ക് അടുത്തു തുടങ്ങുന്നത്. പക്ഷെ അവൻ കണ്ടിന്യൂസ്ലി അടുത്തുകൊണ്ടിരിക്കും. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ, അഡീഷണലി എക്സ്ട്രാ കുറേ കാര്യങ്ങൾ, ഇതേ കാര്യങ്ങൾ തന്നെ അഡീഷണലി ചെയ്തുകൊണ്ട്, അവന് നിർബന്ധമാക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവൻ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്ത ഒഹിബ്ബ, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫൈദ അഹ്ബബ്തു കുന്തു സംഅഉ അല്ലദി യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവിയും അവൻ കാണുന്ന കാഴ്ചയും, അല്ലെങ്കിൽ അവൻ്റെ കണ്ണും അവൻ്റെ കാതും, വയദഹു അവൻ്റെ കയ്യും, അല്ലത്തി യബ്തിഷു ബിഹ അവൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന കയ്യും, വരിജിലവുല്ലത്തി യംഷി ബിഹ അവൻ നടക്കുന്ന കാലും ഒക്കെ ഞാനാകും. വൈൻ സഅലനി അവൻ എന്നോട് ചോദിച്ചാൽ ഒത്തിയന്ന ഞാൻ തീർച്ചയായിട്ടും അവന് നൽകും. വലൈനിസ്താദനി അവൻ എന്നോട് അഭയം ചോദിച്ചു കഴിഞ്ഞാൽ ലഊദന്ന ഞാൻ അവന് അഭയം നൽകുക തന്നെ ചെയ്യും. സഹീഹ് ബുഖാരിയിലെ ഒരു ഹദീസാണ്. അള്ളാഹുവിലേക്ക് അങ്ങോട്ട് അടിമ അടുത്തുകൊണ്ടേയിരിക്കുമ്പോൾ അള്ളാഹു ചെയ്യുന്നതാണ്. അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നത് വരെ അടിമ അവനിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അപ്പം അവനിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ തന്നെ ഓർക്കുക, അവനെ തന്നെ സ്നേഹിക്കുക എന്നതിൻ്റെ ആദ്യ പടിയാണ് അവനിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത്, അവനിലേക്ക് മടങ്ങുക. നേരത്തെ അതാണ് പറഞ്ഞത്, ഞാൻ തവ്വാബ് റഹീമാണ് എന്ന് പറഞ്ഞത്. ആരെങ്കിലും മടങ്ങുകയാണെങ്കിൽ ഞാൻ ഏറ്റവും പെട്ടെന്ന് മടക്കം സ്വീകരിക്കുന്നവനാണ്. അതുകൊണ്ട് മടങ്ങുക എന്നുള്ളതാണ് ആദ്യം വേണ്ടത്. ഉത്തുലുബ് മതാബം ബിന്നദാമത്തി മുഖലിയ അബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല എന്ന് അദ്കിയയിൽ കാണുന്നത് അതുകൊണ്ടാണ്. ആദ്യം ഉത്തുലുബ് മതാബം ബിന്നദാമത്തി മുഖലിയ, നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളൊക്കെ വിട്ടുമാറിക്കൊണ്ട് സങ്കടത്തോടെ, ഖേദത്തോടെ, ചെയ്തുപോയ തെറ്റിലുള്ള ഖേദത്തോടെ ആദ്യം തേടേണ്ടത് മതാബാണ്, അവനിലേക്കുള്ള മടക്കമാണ്. വബിഅസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല, ഭാവിയിൽ പാപങ്ങൾ ചെയ്യില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ അവനിലേക്കുള്ള മടക്കത്തെയാണ് ആദ്യം അന്വേഷിക്കേണ്ടത്. അങ്ങനെ അവനിലേക്ക് മടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പാപങ്ങളിൽ നിന്നൊക്കെ വിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ കഴിവിനെ അല്ലാതെ ഒന്നും കാണാതിരിക്കുക എന്നുള്ളതാണ്. ചുറ്റുവട്ടത്തൊക്കെ അള്ളാഹുവിൻ്റെ കഴിവിനെ മാത്രം കാണുക. ഐനമാ തുവല്ലു ഫതമ്മ വജ്ഹുല്ല, നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ വജ്ഹുണ്ട് എന്ന് പറഞ്ഞ പോലെ, നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ, അള്ളാഹുവിൻ്റെ കഴിവിനെ, അവൻ്റെ ഇസ്മിനെ കാണണം. അങ്ങനെ കാണുന്ന ആളുകൾക്ക് പിന്നെ ഒരു പടി കൂടെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരൊക്കെ ഡെഡാണ്, അവരിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, നമ്മൾ നടക്കുന്നത്, നമ്മളല്ല നടക്കുന്നത്, നമ്മുടെ കാല്, നമ്മുടെ കൈ, നമ്മൾ പിടിക്കുന്നത് നമ്മളല്ല പിടിക്കുന്നത്, കാണുന്നത് നമ്മളല്ല കാണുന്നത് എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാകും. ഈ ഹദീസിനെ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു ജുനൈദുൽ ബഗ്ദാദി റഹ്മഹുല്ല. ആ ഒരു ലെവലിൽ എത്തുമ്പോഴാണ് അള്ളാഹു സ്നേഹിക്കുന്നത്, അള്ളാഹുവിനെ അങ്ങോട്ടും അടിമ അതിരറ്റ് സ്നേഹിക്കുന്നത്. അതുവരെ അവനിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കണം. അവൻ മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന ബോധ്യമുണ്ടാകുന്നത് വരെ അടുത്തുകൊണ്ടേയിരിക്കണം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബല്ലില്ല, വിശ്വാസികളായ ആളുകൾ തീവ്രമായിട്ട് അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്. വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ വഅന്നല്ലാഹ ശദീദുൽ അദാബ്. അക്രമികളായ ആളുകൾ അല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ, അദാബ് കാണുമ്പോൾ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, വലൗ യറ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅ അള്ളാഹുവിനാണ് മുഴുവൻ ശക്തിയെന്ന്, വഅന്നല്ലാഹ ശദീദുൽ അദാബ് അള്ളാഹു വളരെ കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ്, അള്ളാഹുവിൻ്റെ ശിക്ഷ കഠിനമാണ് എന്നൊക്കെ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ,
അള്ളാഹു ശിക്ഷിക്കുന്നത്, അവൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് കാരുണ്യത്തിൻ്റെ ഒരല്പം നീങ്ങുമ്പോൾ തന്നെ നമുക്കത് വലിയ ശിക്ഷയാണ്. അവൻ്റെ കാരുണ്യം എത്ര തീവ്രമാണോ അത്രയും വലുതാണ് അവൻ്റെ ശിക്ഷ. കാരുണ്യത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണത്. കാരണം അവൻ്റെ കാരുണ്യത്താലാണ് എല്ലാ നല്ലതും അനുഭവിക്കുന്നവൻ്റെ കാരുണ്യത്താലാണ്. അവൻ ഒരുക്കി വെക്കുകയാണ്, അവൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കാരുണ്യം അവൻ നീക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് താങ്ങാനാകാത്ത, നികത്താനാവാത്ത ഒരു വിടവാണത്. നമുക്ക് വേറൊരു വിധത്തിലും അത് പരിഹരിക്കാൻ കഴിയില്ല. അവൻ്റെ കാരുണ്യം കൊണ്ട് തന്നെ അത് പരിഹരിക്കപ്പെടും. അപ്പം അവൻ്റെ ഒരു കാരുണ്യം നീങ്ങിക്കഴിഞ്ഞാൽ തന്നെ താങ്ങാനാവാത്ത ശിക്ഷയാണ്. അപ്പം അവൻ്റെ കാരുണ്യം തീവ്രമായതുകൊണ്ട് അവൻ്റെ ശിക്ഷയും കഠിനമാണ്. അവൻ ശിക്ഷിക്കുന്നത് എന്തിനാണ്? അവനിൽ നിന്ന് വിട്ടുമാറുന്ന, അവനിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളെ അവനിലേക്ക് കൊണ്ടുവരാനാണ്. മനുഷ്യൻ അവൻ ആവശ്യങ്ങളൊക്കെ തന്നതുപോലെ ഒരുപാട് ആവശ്യങ്ങൾ തന്ന് അവനെ ഡിപ്പെൻഡ് ചെയ്യാനാണ്, അവനിലേക്ക് മടങ്ങാനാണ്. അവനെ വിട്ട് അകന്നു പോകുന്ന ആളുകൾക്ക് കൂടുതൽ പ്രയാസങ്ങൾ ചിലപ്പോൾ നൽകുന്നത് അവനിലേക്ക് തിരിച്ചു വരാനാണ്. അവരാ സമയത്ത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവനാണ് പവർ, അവനാണ് ശക്തിയെന്ന് അവർക്ക് അന്ന് തിരിച്ചറിവുണ്ടായെങ്കിൽ, അവൻ കഠിനമായിട്ട് ശിക്ഷിക്കുന്നവനാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇത് തബറ അല്ലദീന ഉത്തുബിഉ, ഇത് തബറ അല്ലദീന ഉത്തുബിഉ മിനല്ലദീന തബഉ. പിൻപറ്റിയവരെ പിന്തുടരപ്പെട്ടവരെ പിന്തുടർന്നവർ അവർ വിട്ടു ഒഴിഞ്ഞു മാറുന്ന സമയം. തബറ അല്ലദീന ഉത്തുബിഉ, പിന്തുടരപ്പെട്ടവർ നേതാക്കന്മാരാണ് ഉദ്ദേശിക്കുന്നത്. അവർ അനുയായികളെ, പിന്തുടർന്നവരെ വിട്ടു ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം. അതേതാണ് സന്ദർഭം? ശിക്ഷ നേരിൽ കാണുന്ന സന്ദർഭമാണ്. വറൗൽ അദാബ, ശിക്ഷ അവർ കാണുമ്പോൾ. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവർക്കിടയിലുള്ള എല്ലാ ബന്ധങ്ങളും മുറിക്കപ്പെടുന്ന ഒരു സമയമാണ്. അത്തരത്തിലുള്ള ഒരു സന്ദർഭമുണ്ട്. വഖാലല്ലദീന തബഉ, അന്ന് പിൻപറ്റിയവർ പറയും, ലൗ അന്നലന കറ, ഞങ്ങൾക്കൊരവസരം കൂടെ ഉണ്ടെങ്കിൽ ഫനതബറ മിൻഹും കമാ തബറഉ മിന്ന, അവർ ഞങ്ങളിൽ നിന്ന് വിട്ടുമാറിയ, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്തതുപോലെ, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ ഞങ്ങളെ ഒഴിവാക്കിയതുപോലെ ഞങ്ങൾ അവരെയും ഒഴിവാക്കുമായിരുന്നു എന്ന് അന്ന് വിലപിക്കും. പരലോകത്ത് ശിക്ഷ നേരിൽ കാണുമ്പോൾ നേതാക്കന്മാർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ ഒഴിവാകും. അന്നവർ പറയും, ഒരവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കാണിച്ചു കൊടുക്കുമായിരുന്നു. കദാലിക യുരീഹിമുല്ലാഹു അമാലഹും ഹസറാത്തിൻ അലൈഹിം, അപ്രകാരം അവർ ചെയ്തതൊക്കെ അവർക്ക് തന്നെ ഖേദകരമായിട്ട് അവർക്ക് തോന്നും. എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തത് ഇവരെ പിൻപറ്റിയിട്ട്? അതന്നെ അവർക്ക് ഭയങ്കര സങ്കടം വരുന്നൊരു സമയമാണ്. അന്ന് അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരല്ല. ഒമാഹും ബി ഖാരിജീന മിന്നാർ, നരകത്തിയിൽ നിന്നും അവർ പുറത്തു കടക്കുന്നവരല്ല, രക്ഷപ്പെടുന്നവരല്ല. അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് നേതാക്കളെ, വഴിതെറ്റിക്കുന്ന നേതാക്കളെ പിൻപറ്റിക്കൊണ്ട് പ്രവാചകനെ വിട്ട് അകന്നു മാറുന്ന ആളുകൾക്കുള്ള ഒരു നല്ലൊരു വാണിംഗ് ആയിട്ടാണ് അള്ളാഹു ഇക്കാര്യം പറയുന്നത്. നിങ്ങളുടെയൊക്കെ ഇലാഹ് ഒന്നാണ്, നിങ്ങൾ അവനെ സ്നേഹിക്കണം. അവനെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ വേറെ ആരെയും സ്നേഹിക്കരുത്, ആരുടെയും വാക്ക് കേൾക്കരുത്. അങ്ങനെ കേട്ടുകൊണ്ട് അവർ നിങ്ങളെ വഴിപിഴപ്പിച്ച് കഴിഞ്ഞാൽ ഒരു സമയം വരും, ഒരു റെസ്പോൺസിബിലിറ്റിയും അന്ന് അവർ നിങ്ങളെ ഏറ്റെടുക്കില്ല. നിങ്ങളന്ന് വിലപിക്കും, നിങ്ങൾ പറയും, ഭൂമിയിലേക്ക് ഒന്നുകൂടെ പോകാൻ പറ്റിയാൽ ഞങ്ങൾ ഇവരെയും കൈയൊഴിയുമായിരുന്നു എന്ന് അന്ന് വിലപിക്കും. നിങ്ങൾ ചെയ്തതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് സങ്കടം വരും. അങ്ങനെ ഒരു സമയം വരും. അതുകൊണ്ട് അവരെ നിങ്ങൾ അതിയായിട്ട് സ്നേഹിച്ച് അവരെ കൂടെ കൂടിയിട്ട് നിങ്ങൾ വഴിതെറ്റണ്ട. നിങ്ങളുടെ ഇലാഹ് ഒരൊറ്റ ഇലാഹാണ് എന്ന് അല്ലാഹു പറയുകയാണ്. ബാക്കി വരുന്ന ഭാഗം ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. വാഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.